1 മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. ഇനിയുണ്ടല്ലോ 1 മണിക്കൂർ. എന്തിനാ വെറുതെ വെയിറ്റ് ചെയ്യേ. എന്താ കാര്യം? കാര്യങ്ങളൊക്കെ ശരവണ്ണ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. സൂസി മാഡത്തിന് പ്രായപൂർത്തിയായ 2 പെൺമക്കളാ. ജോസേട്ടൻ വന്ന് കമ്പനിക്ക് വലിയ തുക പറഞ്ഞപ്പോ അവരതിലങ്ങ് വീണുപോയത് കുടുംബത്തെ ഓർത്ത് മാത്രമാണ്. അത് കഴിഞ്ഞ കഥ. ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ ജോസേട്ടന്റെ കമ്പനി നിന്ന് രാജിവെച്ചു. അല്ലെങ്കിലും മേഡം കമ്പനി വിറ്റപ്പോ തന്നെ ഞാനും നിങ്ങളെപ്പോലെ കമ്പനി വിടേണ്ടതായിരുന്നു. അതെന്റെ തെറ്റ്. മലാക്ക കോളനിയിൽ നിന്ന് നിങ്ങൾ ഈ നഗരത്തിലേക്ക് എത്തിച്ചത് ഞാനാ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് കുറ്റബോധമുണ്ട്. നമുക്കൊന്നിച്ച് രക്ഷപ്പെടാനുള്ള പുതിയൊരു ഏർപ്പാടുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാനും സ്പിരിറ്റ് രാജാവ് കൃഷ്ണമൂർത്തിയും തമ്മിലുണ്ടാക്കിയ ഡീല് പ്രകാരം എന്റെ മലയാറ്റൂർ ഗോഡൌണിൽ സ്പിരിറ്റ് ലോഡ് എത്തിയിട്ടുണ്ട്. അത് കൊല്ലത്ത് വലിയപള്ളി ഗിരീശ മുതലാളിക്ക് എത്തിച്ചു കൊടുത്താൽ ട്രിപ്പ് 1-ന് 25,000 രൂപ വെച്ച് ശരവണ്ണ് തരും. ഇപ്പോ എനിക്കും നിങ്ങൾക്കും പണമാണ് മുഖ്യം. എനിക്ക് പരിചയമില്ലാത്തൊരു ഏർപ്പാടും ഞാനില്ല. തങ്കപ്പാ, വാ പോവാം. അതെ ശരവണ, ഒന്നുകിൽ കോഴിക്കോട്ടേക്ക് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. എന്തായാലും പണമാണ് വേണ്ടത്. ഒരു ട്രിപ്പ് അടിച്ചാൽ 25,000 രൂപയാണ് നിന്റെ പോക്കറ്റ് വീഴുന്നത്. കൈവന്നേറിയ മുത്തുലക്ഷ്മിയെ മഹാലക്ഷ്മിയെ തട്ടിക്കളയരുത്. നീ നല്ല നിലയിൽ എത്തണമെന്ന മൂസാക്കയുടെ ആഗ്രഹം നിറവേറ്റാണ് നമ്മളിവിടെ വന്നത്. അത് നീ മറക്കണ്ട. ചെയ്യുന്ന പണിക്ക് മുൻകൂർ പൈസ കിട്ടണം. ഒക്കെ ശരിയാക്കാം. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി. Sir, I called for you. താങ്ക് യു. ഹലോ, പുറപ്പെട്ടു കഴിഞ്ഞു. അവന്റെ വണ്ടി നമ്പർ KL01L 5364. താങ്ക്സ്. ഹലോ,
ഗുരുവായൂർക്കെന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ? അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി നമുക്കൊരാളെ ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ഗുരുവായൂർക്ക് പോവാം. ഓക്കെ, വാ വാ. വരുമേ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇതുവരെ അവർക്കൊന്നും പറ്റിയിട്ടില്ല. ഇനി പറ്റാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? തെറ്റ് ചെയ്ത നിങ്ങളല്ലേ ഞാനാ. നിങ്ങളുടെ മകൻ പറഞ്ഞ വാക്ക് കേട്ട് എന്റെ കയ്യിലിരുന്ന കാശ് മുമ്പും പിമ്പും നോക്കാതെ ഗോകുലം വീടിന് വേണ്ടി അവൻ എണ്ണിക്കൊടുത്തു എന്നുള്ളൊരു തെറ്റ്. വക്കീലെ, ആ പേപ്പർ അങ്ങോട്ട് കൊടുക്ക. ജോസേട്ടൻ പറഞ്ഞ ശരിയാ. ഗോകുലം വീട് വിൽക്കാൻ വേണ്ടി ഞാൻ ജോസേട്ടനിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വിൽക്കാൻ നിനക്കെന്താ അവകാശം? എന്റെ അച്ഛന്റെ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതാ. ഗോകുലം വീട് ദാനം കൊടുത്ത പോലെ നിനക്ക് ഞാൻ തരില്ല. വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഈ ഒറ്റ മോനേ ഉള്ളൂ. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. സ്വത്ത് എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ ഇവൻ കൊല്ലും. എഗ്രിമെന്റ് തെറ്റിച്ച ഇവനെ ഞാൻ കൊല്ലും. ഒരു ഇട്ടാവട്ടത്തിലുള്ള വീടിന് വേണ്ടി രണ്ടാളും മരിക്കണോ? വേണ്ടമ്മേ, ഒപ്പിടണ്ട. വെളച്ചിലെടുത്താലുണ്ടല്ലോ. ഇവന്മാർക്ക് പെമ്പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാ. പെണ്ണിന്റെ മേലെ ആള് തൊട്ടാ നഷ്ടം പെണ്ണിനാ. മര്യാദക്ക് ഒപ്പിടാൻ പറഞ്ഞോ? പറയില്ലല്ലേ? ഇനിയല്ലോ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് കോടികൾ വില വരുന്ന ഗോകുലം വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഈ വിജയം നമ്മൾ ആഘോഷിക്കുന്നു. പക്ഷേ ശരവണൻ തിരിച്ചെത്തും മുമ്പേ ആ ഗോകുലം വീട് നിലം പൊത്തിയിരിക്കണം. ഇപ്പൊ എന്റെ ഭാഗം ക്ലിയറാ. ഇനി ബാക്കി ഇടപാടുകൾ തീർത്ത് ജോസേട്ടന്റെ ഭാഗം കൂടി ക്ലിയർ ആക്കിയാ നിന്റെ ഇടപാട് നേരത്തെ തീർക്കണമെന്ന് ഞാൻ കരുതിയതാ. എല്ലാം ഒന്ന് ക്ലിയർ ആയി കിട്ടാനാ ഇത്രയും കാത്തത്. കണാരാ, അതിങ്ങിതാ. സ്ഥലത്തിന് പണം മുഴുവൻ വാങ്ങിയ ശേഷം അതിൽ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൽ നിനക്കൊരു പാർട്ണർഷിപ്പും വേണം അല്ലേ? ഇവന്റെ ബുദ്ധി അപാരം തന്നെ.
സ്വന്തം ലാഭത്തിന് വേണ്ടി പെറ്റതള്ളയെ പോലും ഒറ്റുകൊടുത്ത നിനക്ക് ഞാനൊരു പാർട്ണർഷിപ്പ് തന്ന നാളെ ഒരു കാലത്ത് നീ എന്നെയും ചതിക്കേലെന്ന് ആര് കണ്ടു? ഇത് ചതിയാണ്. ചതി തന്നെയാടാ, ചതി. അതുകൊണ്ട് നമ്മൾ 2 ചതിയന്മാരിൽ ഒരാൾ മാത്രം ജീവിച്ചിരുന്നാ മതി. കാര്യം കഴിഞ്ഞപ്പോ എന്നെ ചതിക്കാൻ നോക്കുന്നു. എന്റെ അപ്പന് നേരെ ചെക്ക് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ആ പെങ്കൊച്ചന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടാണ് നീ കളിച്ചതെന്ന് എനിക്കറിയാം. നിന്റെ ബലത്തിൽ അഹങ്കരിച്ച പെണ്ണും കുടുംബവും ഇന്ന് വഴിയാധാരമാവും. ഗോകുലം വീടിന്ന് താർക്കും. ഒപ്പം സംരക്ഷകനായി നിന്നെ അവസാനിപ്പിക്കാനാണ് ജോസേട്ടന്റെ ഓർഡർ. അതിനു മുമ്പ് അൺഒഫീഷ്യലായി എന്റെ വക മര്യാദയ്ക്ക് ഇറങ്ങിയില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. അടിച്ചു പൊളിക്കണം. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ബലം കഴിച്ചിട്ട് തല്ലടാ. അഴിച്ചു വിടണവന്. വെച്ചാലക്ക് ഞാൻ
വിതച്ചത് നീയായിട്ട് തന്നെ അങ്ങ് കൊയ്തോ അല്ലേ ജോസേട്ടാ? നീ ചെയ്ത മഹാപാപങ്ങൾക്ക് മറുപടിയായി സ്വന്തം മകനെ തന്നെ കൊന്നു തള്ളിയ സ്ഥിതിക്ക് ഇനിയുള്ള കാലം സെൻട്രൽ ജയിലിൽ കടന്ന് പുഴുത്ത് നരയിക്കണം നീ. സ്വന്തം ചോരയെ ചവിട്ടിയിട്ടാണെങ്കിലും നിന്റെ സഭയോട് കൂടെ എന്റെ ചെലവിൽ നടത്തിയിട്ട് ഈ ജോസേട്ടൻ പോകൂ. പന്ന കഴിവറ മോനെ, പരോള് പോലും കിട്ടാത്ത പരലോകത്തേക്കാണ് നിന്നെ പാർസൽ അയക്കേണ്ടത്. നീ വെട്ടി കിട്ടിയാലും പറക്കണ പാമ്പാണെങ്കിൽ ഞാൻ പുലിയടാ, പുലി. പിന്നെ കൈ വിട്ടു പോയിന്ന് കരുതിയ വീടും ഔട്ട് ഹൗസൊക്കെ തിരിച്ചു കിട്ടിയല്ലോ. ഇതാ ഔട്ട് ഹൗസിന്റെ താക്കോൽ. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഈ ബാച്ചിലേഴ്സ് എപ്പോഴാണ് ഫാമിലി ആകുന്നത്? അത് നാടും നാട്ടാരെയും വിളിച്ചറിയിക്കുന്ന സമയത്ത് അറിഞ്ഞാ മതി. അതുവരെ ഈ ഫാമിലി തൽക്കാലം ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കാനാ പ്ലാൻ. അറ്റൻഷൻ പ്ലീസ്. നിങ്ങളുടെ ഫാമിലി പ്ലാനിങ് നോക്കിയിരുന്നാൽ എന്റെ പ്ലാനിങ് പൊളിയും. അതുകൊണ്ട് ഈ ബാച്ചിലേഴ്സ് ഫാമിലി ആകാനാണ് പ്ലാൻ. അതാണ് പ്രാക്ടിക്കലും.